എഴുപുന്ന റെസിഡൻസ് വെൽഫെയർ സൊസൈറ്റി കത്ത് അയച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് സമീപം തടിലോറി മറിഞ്ഞതിനെ തുടർന്നുണ്ടായ ഗതാഗതക്കുരുക്കും തുടരുകയാണ്. വാഹനങ്ങൾ അപകടത്തിലാകുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുകയാണ്. വിവരങ്ങളാണ് എ.ബി. തോമസ് നൽകിയത്. തിരുവനന്തപുരം അഗസ്ത്യവനം നെയ്യാർ വനമേഖലയിൽ എക്സൈസിന്റെ സ്പെഷ്യൽ ഡ്രൈവ് പരിശോധന നടത്തിയത് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി. കോട്ടയം പാലാ നിയോജക മണ്ഡലത്തിൽ ഓണം ഫെയറിന് തുടക്കം. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഓണം ഫെയർ സപ്ലൈകോയുടെ നേതൃത്വത്തിൽ. കൊല്ലം ചിതറ ഐരക്കുഴിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. തീപിടിച്ചത് മടത്തറ സ്വദേശികളായ 2 പേർ സഞ്ചരിച്ച കാറിന് ആളപായമില്ല. അന്തിക്കാട് KK മേനോൻ വാമനമൂർത്തി ക്ഷേത്രം റോഡ് ചെളി നിറഞ്ഞ് ശോചനീയാവസ്ഥയിൽ. 10 ലക്ഷം ചെലവഴിച്ച് ടൈലിട്ട് ഉയർത്തിയത് 10 മീറ്റർ റോഡ് മാത്രം. റോഡിന്റെ ബാക്കി ഭാഗം നവീകരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന നാട്ടുകാർ. നടപടികൾ ഏറ്റെടുക്കുമെന്ന് MLA CC മുകുന്ദൻ. കൊല്ലം അഞ്ചലിൽ സീരിയൽ നടന് ബാർ ജീവനക്കാരുടെ മർദ്ദനമേറ്റത് സീരിയൽ നടനും ഓൺലൈൻ സെന്റർ നടത്തിപ്പുകാരനുമായ സലീലിന് വാരിയലിനും നട്ടലിനും ഉൾപ്പെടെ ഗുരുതര പരിക്ക്. മലപ്പുറം പൊന്നാനി നിയോജക മണ്ഡലം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് സംസ്ഥാന പോലീസ് സേനയുടെ ക്രിമിനൽ വൽക്കരണത്തിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ. തിരുവല്ല കുറ്റൂർ ഏറ്റുകടവ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം റോഡിൽ അപകടങ്ങൾ തുടർക്കഥ. എറണാകുളം നോർത്ത് പറവൂരിൽ നിന്ന് രാസലഹരി പിടികൂടി. രാസലഹരി കണ്ടെടുത്തത് മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതിയുടെ വീട്ടിൽ നിന്നും. കോട്ടയം കടുത്തുരുത്തിയിൽ ബ്ലോക്ക് കോൺഗ്രസിന്റെ പേരിൽ വ്യാജ പ്രചരണം. സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി. കോട്ടയം ഈരാറ്റുപേട്ടയിൽ വാഹനാപകടത്തിൽ 7 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ഇല്ലിക്കൽ കല്ലിൽ നിന്നും മടങ്ങിയ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത വാഹനം. പരിക്കേറ്റവർ ആശുപത്രിയിൽ. കൊല്ലം ശൂരനാട് പഞ്ചായത്തിന്റെ വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലമായതോടെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് സപ്ലൈകോ. വർദ്ധിപ്പിച്ചത് സബ്സിഡി സാധനങ്ങളായ കുറുവയരി, തുവരപ്പരിപ്പ് തുടങ്ങിയവ. അത്യാവശ്യ സാധനങ്ങൾ സപ്ലൈകോയിൽ ലഭിക്കുന്നില്ലെന്നും ആക്ഷേപം. മലപ്പുറം പൊന്നാനിയിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ജനസംവാദ യാത്ര സംഘടിപ്പിച്ചു. പരിപാടി ഊർജ്ജ സംരക്ഷണം, മാലിന്യ പരിപാലനം, ബദൽ ഉൽപ്പന്ന പ്രചരണം എന്നീ സന്ദേശങ്ങൾ ഉയർത്തി. മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ കലാപാഠശാല ആകാശവാണിയുടെ സഹകരണത്തോടെ കാവ്യവിചാരം പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി നടന്നത് ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ വെച്ച്. കാവ്യാലാപന പരിപാടി പ്രൊഫസർ MM നാരായണൻ ഉദ്ഘാടനം ചെയ്തു.